അസീസ എൻ്റെ വണ്ടിയിൽ എന്തൊക്കെ ലോഡ് കയറ്റലെന്ന് ചോദിച്ചപ്പോൾ അസീസിൻ്റെ മറുപടി ആത്തും. നിന്റെ വണ്ടി പറഞ്ഞിരിക്കണ അതേപോലെ വൈക്കൊക്കെ കിടക്കണ ഓല മട്ടല് ഇതൊക്കെ നമ്മൾ കയറ്റും. ഓലും മട്ടലും നമ്മൾ ഓലൊക്കെ എത്തിക്കണ ലൈനല്ലേ നമ്മൾ സർവീസ് ഇടുന്നത്, നമ്മൾ ചെയ്യണല്ലോ. ഓലയായാലും പീരയായാലും. ഇത് ഇലക്ട്രിക് വണ്ടിക്കെതിരെയുള്ള നെഗറ്റീവ് വീഡിയോ അല്ല കേട്ടോ. എൻ്റെ വണ്ടി ആപ്പയിൽ കയറ്റി കൊണ്ടുപോകണത് കണ്ടിട്ട് പെട്രോൾ അടിച്ച് തൊലയുന്ന പെട്രോൾ വണ്ടിക്കാർ കണ്ടിട്ട് സന്തോഷിക്കേണ്ട. ഇനി ഞാനും മോനും കൂടി സ്കൂട്ടറിൽ പോകുമ്പോൾ പഞ്ചർ ഒടുങ്ങിയിട്ട് കുറച്ച് ദൂരം ഓടിപ്പോയിട്ട് ഡിസ്ക് വളഞ്ഞുപോയി. അതുകൊണ്ട് അത് ഷോറൂമിൽ കൊണ്ടുപോയിട്ട് നന്നാക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. അത് വളയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊരു 125 250 കിലോ ഞങ്ങൾ രണ്ടാളും കൂടി ഉണ്ടാവും. അതുകൊണ്ടാണ് ഡിസ്ക് വളഞ്ഞു പോയത്. അങ്ങനെ 2-3 ദിവസമായിട്ട് പെട്രോൾ വണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഡെയിലി 250 ഉറുപ്പ്യക്കൊക്കെയാണ് പെട്രോൾ അടിക്കുന്നത്. ഡെയിലി ഒരുപാട് കിലോമീറ്റർ ഓടുന്ന പെട്രോൾ വണ്ടിക്കാരെ എനിക്കറിയാം. അവരൊക്കെ ഒരുപാട് പെട്രോൾ അടിച്ച് പോകുന്ന കഥയും അറിയാം. ഞാൻ 1.5 കൊല്ലമായി വണ്ടി വാങ്ങിയിട്ട്. വാങ്ങിയ സമയത്ത് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിന്. അതിന് ശേഷം പിന്നെ ഈ വണ്ടി സർവീസ് സെൻറ്ററിലേക്ക് ഇന്നാണ് കേട്ടോ വരുന്നത്. ഇതൊരു പ്രമോഷൻ വീഡിയോ ഒന്നല്ല, പക്ഷേ ഈ പെട്രോൾ അടിച്ചിട്ട് ഓടുള്ളൂ. ഇലക്ട്രിക് വണ്ടിനോട് ഭയങ്കര വിരോധികളായിട്ടുള്ള കുറേ പെട്രോൾ വണ്ടിക്കാരുണ്ട്. അവർ ഈ ഇലക്ട്രിക് വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ച് നോക്കുക, എന്നിട്ട് പെട്രോൾ വണ്ടിയും ഇതുമായിട്ടുള്ള ഈ ഒരു സ്മൂത്ത് ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ എൻ്റെ ഇലക്ട്രിക് വണ്ടി ഓടിക്കുന്ന എല്ലാ ചങ്കുകളും പെട്രോൾ വണ്ടിക്കാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.